ഹലോ വെൽക്കം ടു ഏഗൻ ലേണിംഗ്. മക്കളെ, സർക്കിൾ ചാപ്റ്ററിലുള്ള രണ്ട് സൂപ്പർ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നത്. രണ്ട് ക്വസ്റ്റ്യനും എക്സാമിന് മുൻപ് വന്ന ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ കുറച്ചൊന്ന് നിങ്ങളെ കുഴക്കുന്ന രീതിയിൽ ഇത്തിരി ഒന്ന് ചിന്തിച്ച് ചെയ്യേണ്ട രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ചെയ്തു നോക്കാം. ഫസ്റ്റ് വൺ, ഇൻ ദ ഫിഗർ ആംഗിൾ ഇ എ ഡി ഈക്വൽ 20 ഡിഗ്രി, ആംഗിൾ ഇ ഈക്വൽ 70 ഡിഗ്രി, ആംഗിൾ ബി ഈക്വൽ 110 ഡിഗ്രി. ഒന്നും പേടിക്കേണ്ട, ആരും പേടിക്കേണ്ട. ഇവിടെ ഒരു പിക്ചർ കാണുന്നില്ലേ? ആ പിക്ചറിൽ കുറച്ച് ആംഗിൾ ഒക്കെ തന്നിട്ടുണ്ട്. ഇവിടെ ഒരു 20 ഡിഗ്രി, ഇവിടെ ഒരു 70 ഡിഗ്രി, ദാണ്ട് ഇവിടെ ഒരു 110 ഡിഗ്രി. മലയാളത്തിലും ക്വസ്റ്റ്യൻ ഉണ്ട്, സെയിം സംഭവം തന്നെ, സെയിം പിക്ചർ തന്നെ. ഇങ്ങനെ 3 ആംഗിൾ അവർ ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങോട്ട് തന്നു. എന്നിട്ട് നിങ്ങളോട് ചോദിക്കാണ്, കോൺ എ ഡി സിയുടെ അളവ് എത്രയാണ്? ആംഗിൾ എ ഡി സി. ഏതാണ് ഈ എ ഡി സി? നോക്കിക്കോ, എയിൽ കൂടെ വന്ന് ഡിയിൽ കൂടെ പോയി സിയിൽ എത്തുന്ന എ ഡി സി എന്ന് പറയുന്നത് ഈ കോൺ എത്ര ഡിഗ്രി ആണെന്നാണ് ക്വസ്റ്റ്യൻ. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഞാൻ ഒന്നത് വലുതാക്കി വെക്കട്ടെ, നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടി. നിങ്ങൾ കാണുന്നുണ്ടോ നോക്കിക്കോണേ. ഇപ്പം കാണുന്നില്ലേ? പിക്ചർ നല്ല വൃത്തിയിൽ കാണുന്നില്ലേ? ഈ ചിത്രത്തിലാണ് നമ്മൾ ഇനി കാര്യങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പറഞ്ഞു തന്നോ. ഞാൻ ചോദിച്ചത്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചത് ഇത് എത്ര ഡിഗ്രി ആണെന്നാണ് ചോദിച്ചത്. ഇനി അത് ഒറ്റയടിക്ക് നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അത് പറയണ്ട. നിങ്ങൾ ആദ്യം ഇതാ ഇവിടെ ഉള്ളത് എത്രയാണെന്നൊന്ന് പറഞ്ഞു നോക്കിക്കേ. ഇവിടെ ഒരു ത്രികോണല്ലേ, ഒരു ട്രയാങ്കിൾ ഇല്ലേ? ആ 70യും 20യും കൂടെ പ്ലസ് ചെയ്താൽ 90 വന്നു അല്ലേ? 90 കഴിഞ്ഞാൽ ബാക്കി 180 തികയണമെങ്കിൽ അവിടെയും ഒരു 90 ഡിഗ്രി വേണ്ടേ? അപ്പൊ അത് 90 ഡിഗ്രിയാണ്. അവിടെ ഉള്ളത് 90. ഇനി അത് 90 വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പുറത്തുള്ളത് നമുക്ക് പറയാൻ എളുപ്പല്ലേ? എങ്ങനെ കിട്ടുക? ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ, ഈ കോണും ഇപ്പുറത്തുള്ള കോണും കൂടെ കൂട്ടിയാൽ ടോട്ടൽ എത്ര വരണം? 180 ഡിഗ്രി വരണം. ലീനിയർ പെയർ, രേഖീയ ജോഡി. ഇതാ നോക്കേ, ഇതൊരു ലൈന്, ഇവിടെ ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ. അപ്പൊ ഇതും ഇതും കൂടെ കൂട്ടിയാൽ മക്കളെ എത്ര ഡിഗ്രി ഉണ്ടാവണം? 180 വേണം. അപ്പൊ ഇവിടെ 90 വന്നാൽ ബാക്കി അപ്പുറത്തും വരൂലേ? ഒരു 90 ഡിഗ്രി ഇവിടെയും കിട്ടൂലേ? അങ്ങനെ 90 ഡിഗ്രിയാണ്. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ എ ഡി സി? ആൻസർ കിട്ടി, 90 ഡിഗ്രിയാണ് നമ്മുടെ ആൻസർ. 90 ഡിഗ്രി എന്ന് കിട്ടി. രണ്ടാമത്തെ ചോദ്യം, രണ്ടാമത്തത്, വാട്ട് ഈസ് ആംഗിൾ ഡി എ ബി പ്ലസ് ആംഗിൾ ബി സി ഡി? രണ്ട് കോണുകൾ കൂട്ടാനാണ് പറയുന്നത്. ഏതൊക്കെ നമുക്ക് പ്ലസ് ചെയ്യാൻ പറഞ്ഞെന്ന് അറിയോ? വലുതാക്കാം അല്ലെ? പിക്ചർ വലുതാക്കി തന്നെ ഒന്നുകൂടെ നോക്കാം. അവർ നിങ്ങളോട് ആഡ് ചെയ്യാൻ പറഞ്ഞ രണ്ടെണ്ണം. ഒരെണ്ണം ഡി എ ബി, ഇതാണ് ഒരെണ്ണം. രണ്ടാമത്തത് ബി സി ഡി എന്ന് പറയുന്ന ഇതാണ്. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ എത്ര ഡിഗ്രി ആണെന്നാണ് ചോദ്യം. ആർക്കെങ്കിലും ഉത്തരം കിട്ടിയോ? അത് രണ്ടും കൂടെ കൂട്ടിയാൽ എത്ര ഡിഗ്രി ഉണ്ടാവും? എനി ക്ലൂ? എന്തെങ്കിലും ഐഡിയ? നോക്കിക്കോ, ഇതെന്താ സംഭവം? ഇതൊരു ചതുർഭുജമാണ് അല്ലെ? ക്വാഡ്രിലാറ്ററൽ എന്ന് പറയും. ചതുർഭുജം. പേരെന്താ? എ ബി സി ഡി എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററൽ. ഒരു ക്വാഡ്രിലാറ്ററലിന്റെ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 360 ഡിഗ്രി അല്ലേ? 360 ഡിഗ്രി ഉണ്ടാവും കോണുകളുടെ തുക. അതിൽ ഒരെണ്ണം 90, ഒരെണ്ണം 110. അപ്പൊ 110ഉം 90ഉം കൂടെ 200 ഡിഗ്രി അവിടെ തീർന്നു. ബാക്കി 360ലേക്ക് എത്ര ഉണ്ട്? അതായിരിക്കും ഇത് രണ്ടും കൂടെ ചേർത്താൽ ഉണ്ടാവുക. അപ്പൊ എത്രയാണ് നമ്മുടെ കയ്യിൽ തീർന്നത്? 110ഉം 90ഉം കൂടെ 200 ഡിഗ്രി തീർന്നു. 200 കഴിഞ്ഞ് ബാക്കി 360ലേക്ക് എത്ര ഉണ്ടെന്ന് ഇനി ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് അറിയില്ലേ പറയാൻ? എന്നാ പറഞ്ഞേക്ക്, എത്ര ഡിഗ്രിയാ ബാക്കി ഉണ്ടാവുക? ആൻസർ ആയിട്ട് നമ്മളെ കയ്യിൽ കിട്ടുന്നു. ബാക്കിയുള്ളത് രണ്ടും കൂടെ കൂട്ടിയാൽ വരുന്ന ആൻസർ 160 ഡിഗ്രി. 160 ഡിഗ്രി ആയിരിക്കും രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. മൂന്നാമത്തതാണ് ഇതിലെ ഏറ്റവും സൂപ്പർ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. തേർഡ് വൺ, ഇഫ് എ സർക്കിൾ ഈസ് ഡ്രോൺ ത്രൂ എ ബി ആൻഡ് സി, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ട്രൂ? ഒരു സർക്കിൾ നിങ്ങൾ വരയ്ക്കുകയാണ്. ഏതിൽ കൂടെ സർക്കിൾ വരയ്ക്കുന്നതെന്ന് അറിയോ? എയിൽ കൂടെയും ബിയിൽ കൂടെയും സിയിൽ കൂടെയും സർക്കിൾ പോകണം. അപ്പൊ സർക്കിൾ ഇതാ ഇങ്ങനെ പോകുന്നുണ്ട്. എയിലും ബിയിലും സിയിലും സർക്കിൾ പോകണം. ആ സർക്കിൾ ഇങ്ങനെ പോകുന്ന വഴിക്ക് ബാക്കി ഇവർ ഇവിടെ കുറച്ച് പോയിന്റ്സ് പറയുന്നുണ്ട്. അതിൽ ഏതാണ് ശരിയായ പോയിന്റ് എന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത്. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ട്രൂ? ഒന്നാമത്തെ പോയിന്റ്, ഡി ഈസ് എ പോയിന്റ് ഓൺ ദ സർക്കിൾ. നിങ്ങൾ ഈ സർക്കിൾ ഇങ്ങനെ കംപ്ലീറ്റ് ആക്കി വരച്ച എയും ബിയും സിയും എന്തായാലും സർക്കിൾ ഉണ്ടാവണം. ആ പോകുന്ന വഴിക്ക് ഡീനെയും കൂടെ സർക്കിൾ ടച്ച് ചെയ്തുകൊണ്ട് പോകുന്ന ചോദിക്കുന്നത്. ഡി എന്ന് പറയുന്നത് എവിടെ ഉണ്ട്? എവിടെയെന്ന് വെച്ചാൽ ഓൺ ദ സർക്കിൾ ആണെന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ശരിയാണോ എന്ന് നിങ്ങളോട് ചോദിക്കുന്നത്. നല്ലതുപോലെ നോക്കി ആൻസർ പറഞ്ഞാൽ മതി. തെറ്റാൻ നല്ല ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഒരു ആവേശത്തിൽ ഇത് പെട്ടെന്ന് കയറി പറയും. ഇവിടെ നോക്കുമ്പോൾ ഡി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആംഗിൾ നോക്കുന്ന സമയത്ത് എത്ര ഡിഗ്രിയാ? 90 ഡിഗ്രി ഉണ്ടല്ലേ ഡി എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പൊ നമ്മൾ പണ്ട് എവിടെയോ പഠിച്ചിരിക്കുന്നല്ലോ, 90 ഡിഗ്രി, 90 ഡിഗ്രി ഓൺ ദ സർക്കിള്. ചാടി കയറി പറയൂ, ആ ശരിയാണ് ഡി. അവിടെ തെറ്റിയിട്ടുണ്ടാവും. എന്താ പ്രശ്നം എന്നറിയോ? ഇവിടെ നോക്കിക്കോ, ഇത് ക്വാഡ്രിലാറ്ററൽ ആണ്. നമ്മുടെ നേരത്തെ പണ്ട് പഠിച്ച സർക്കിളിന്റെ ഉള്ളിൽ ഡയമീറ്റർ വരച്ച് 90 ഡിഗ്രി എഴുതി കളിക്കുന്ന ഭാഗമല്ല.
ഇത് ക്വാഡ്രിലാറ്ററലിന്റെ സെക്ഷൻ ആണ്. ആ ഭാഗത്ത് നിങ്ങൾ എന്താണ് പഠിച്ചത് ഒന്ന് ഓർമ്മിപ്പിച്ചേരട്ടെ. എന്താ നമ്മൾ അവിടെ പഠിച്ച പോയിന്റ്? ഒരു സർക്കിളിന്റെ ഉള്ളിൽ ഒരു ക്വാഡ്രിലാറ്ററൽ, സർക്കിളിന്റെ ഉള്ളിൽ എന്താ ഉള്ളത്? ക്വാഡ്രിലാറ്ററൽ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് സർക്കിളിന്റെ ഉള്ളിൽ ഇതാ ഇങ്ങനെ വരച്ചു വെക്കുന്നു. ആ ക്വാഡ്രിലാറ്ററലിന്റെ 4 വെർട്ടെക്സും 4 പോയിന്റും ഈ 4 എണ്ണവും കറക്റ്റ് ഓൺ ദ സർക്കിളിലാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഓൺ ദ സർക്കിൾ ആണെങ്കിൽ നമ്മൾ അതിനെ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അഥവാ ചക്രീയ ചതുർഭുജം എന്ന് വിളിക്കും. അതിന്റെ എതിർ കോണുകൾ കൂട്ടിയാൽ 180 ഡിഗ്രി ഉണ്ടാവും. ഓപ്പോസിറ്റ് ആംഗിൾ സപ്ലിമെന്ററി ആണ്, 180 ഡിഗ്രി ഉണ്ടാവും. ഇനി നോക്കിക്കോണേ, അപ്പൊ ഇങ്ങനെയാണെങ്കിൽ 4 എണ്ണവും ഓൺ ദ സർക്കിളിലാണെങ്കിൽ ഈ ഓപ്പോസിറ്റ് ഉള്ളത് പ്ലസ് ചെയ്യുന്ന സമയത്ത് എത്ര ഡിഗ്രി വരണം? 180 ഡിഗ്രി വരണം. ഇതും കൂട്ടിയാലും 180 ഉണ്ടാവും, ഇതും പ്ലസ് ചെയ്താലും 180 ഉണ്ടാവും. ഇനി നമ്മുടെ ചിത്രത്തിലേക്ക് വാ. നമ്മുടെ ചിത്രത്തിൽ എന്താ സംഭവിച്ചേ? ഇതാണ് നമ്മുടെ പിക്ചർ. ഈ പിക്ചറിൽ എ ബി സി ഡി, അതിൽ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഒരെണ്ണം 110ഉം ഒരെണ്ണം 90 ഡിഗ്രിയുമാണ്. രണ്ടും കൂടെ കൂട്ടിയാൽ 110ഉം 90ഉം കൂടെ 200 ഡിഗ്രി വരും. 180 ആണോ വന്നത്? എടാ, ഇങ്ങനെ ഒരു സർക്കിൾ വരയ്ക്കാൻ പറ്റണമെങ്കിൽ, ഇങ്ങനെ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു സർക്കിൾ വരയ്ക്കാൻ പറ്റണമെങ്കിൽ ആ ഉള്ളിലുള്ള ക്വാഡ്രിലാറ്ററൽ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയിരിക്കും, ചക്രീയ ചതുർഭുജം. അപ്പൊ ഈ എതിരുള്ള രണ്ടും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രി ഉണ്ടാവണം. ഇത് കൂട്ടിയാൽ 180 ഉണ്ടോ? 110ഉം 90ഉം കൂടെ 200 അല്ലേ ഉള്ളത്. അപ്പൊ 180നേക്കാൾ കൂടുതലാണ്. 180 ഡിഗ്രി കൂട്ടിയിട്ട് വരികയാണെങ്കിൽ നമുക്ക് പറയാം ഈ ഡി എന്ന് പറയുന്ന പോയിന്റ് ഓൺ ദ സർക്കിളിലാണെന്ന് പറയാൻ പറ്റും. ഇനി നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെച്ചോ. ഇപ്പൊ കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ ഇനി നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെച്ചോ. ഓപ്പോസിറ്റ് ഉള്ളത് പ്ലസ് ചെയ്യുക. ക്വാഡ്രിലാറ്ററൽ ആണ് നിങ്ങൾ ചെക്ക് ചെയ്യുന്നതെങ്കിൽ ഓപ്പോസിറ്റ് ഉള്ളത് പ്ലസ് ചെയ്ത് നോക്കുക. 180 ഡിഗ്രി എന്ന് കറക്റ്റ് കിട്ടിയാൽ ഓൺ ദ സർക്കിളിലായിരിക്കും. ഇനി 180യേക്കാൾ കൂടിയാലോ? നിങ്ങൾ പണ്ട് 90 ഡിഗ്രിയേക്കാൾ കൂടിയാൽ നിങ്ങൾ എന്താ പഠിച്ചേ? ഇൻസൈഡ് ദ സർക്കിൾ എന്നല്ലേ പഠിച്ചിരുന്നത് അപ്പുറത്തെ ടോപ്പിക്കിൽ. അതേപോലെ ഓർത്ത് വെച്ചോ. മോർ ദാൻ 180 വന്നാൽ, 180 ഡിഗ്രിയേക്കാൾ കൂടുതൽ വന്നാൽ ഇൻസൈഡ് ദ സർക്കിൾ ആയിരിക്കും ഉണ്ടാവുക ആ പോയിന്റ്. ഇനി 180 ഡിഗ്രിയിൽ കുറഞ്ഞു പോയാൽ ഔട്ട്സൈഡ് ദ സർക്കിൾ ആയിരിക്കും ഉണ്ടാവുക. 3 എണ്ണം ഓർത്ത് വെച്ചേക്കണേ. ഇവിടെ 180 ആണ് ബേസ്. ക്വാഡ്രിലാറ്ററൽ പഠിക്കുന്ന സമയത്ത് 180 ആണ് നമ്മുടെ ബേസ്. 180 ഡിഗ്രി കൂട്ടിയിട്ട് കിട്ടിയാൽ ഓപ്പോസിറ്റ് പ്ലസ് ചെയ്ത് 180 കിട്ടിയാൽ ഓൺ ദ സർക്കിൾ. 180യേക്കാൾ കുറഞ്ഞാൽ ഔട്ട്സൈഡ് ദ സർക്കിൾ. 180യേക്കാൾ കൂടിയാൽ ഇൻസൈഡ് ദ സർക്കിൾ. ഇനി ഓരോന്നോരോന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ പോയിന്റ്, ഡി ഈസ് എ പോയിന്റ് ഓൺ ദ സർക്കിൾ. തെറ്റാണ്. ഡി എന്ന് പറയുന്നത് എവിടെയാണ് ഉണ്ടാവുക? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കൂട്ടുന്ന സമയത്ത് 200 മോർ ദാൻ 180 ആണ്. അപ്പൊ എവിടെയാണ് ഉണ്ടാവുക? ഇൻസൈഡ് ദ സർക്കിൾ ആണ് ഉണ്ടാവുക. അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഡി ഈസ് എ പോയിന്റ് ഇൻസൈഡ് ദ സർക്കിൾ, അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ. ഇല്ല. അപ്പൊ ഒന്നാമത്തെ തെറ്റാന്നുള്ള കാര്യം നമുക്ക് ക്ലിയർ ആയി കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് വൺ തെറ്റാണ്. ഡി ഈസ് എ പോയിന്റ് ഓൺ ദ സർക്കിൾ അല്ല. രണ്ടാമത്തത് ഇ ഈസ് എ പോയിന്റ് ഓൺ ദ സർക്കിൾ. ഇ എന്ന് പറയുന്നത് ആരാ? ഇ നിങ്ങൾ നോക്കിക്കോ. ഇ എന്ന് പറയുന്ന പോയിന്റ് 70 ഡിഗ്രി ആണുള്ളത്. ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ എയും ബിയും സിയിൽ കൂടെ സർക്കിൾ പോകുന്നുണ്ട്. അടുത്ത പോയിന്റ് ആയിട്ട് ഇ എടുക്കാനാണ് പറഞ്ഞത്. ഇയിലുള്ളത് 70 ഡിഗ്രി, ഇപ്പുറത്തുള്ളത് 110 ഡിഗ്രി. ഓപ്പോസിറ്റ് ഉള്ളത് 110ഉം 70ഉം കൂടെ പ്ലസ് ചെയ്താൽ 180 കറക്റ്റാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം ഇ എന്ന് പറയുന്നത് എത്രയാ? എവിടെയാണ് ആ പോയിന്റ് ഉണ്ടാവുക? 180 കറക്റ്റ് വരുന്നുണ്ട് മക്കളെ. എവിടെ ഉണ്ടാവും? ഓൺ ദ സർക്കിൾ ആയിരിക്കും. അത് കറക്റ്റ് അല്ലേ? ഇ ഈസ് എ പോയിന്റ് ഓൺ ദ സർക്കിൾ. ശരിയാണ്. രണ്ടാമത്തതാണ് ശരി. ഇനി 3ഉം 4ഉം ഇതിന് എന്തായാലും തെറ്റല്ലേ? വായിച്ചു നോക്കണം. ഇ ഈസ് എ പോയിന്റ് ഇൻസൈഡ് ദ സർക്കിൾ. എന്തായാലും നമുക്കത് കിട്ടിയിരിക്കുന്ന ഓൺ ദ സർക്കിൾ ആണ്. ഡി ഈസ് എ പോയിന്റ് ഔട്ട്സൈഡ് ദ സർക്കിൾ. ഔട്ട്സൈഡ് അല്ല, ഇൻസൈഡ് ദ സർക്കിൾ ആണ് ഡി ഉള്ളതെന്നും നമുക്കറിയാം. അപ്പോൾ ഒറ്റയൊന്നാണ് ശരിയുള്ളത്. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ട്രൂ എന്നല്ലേ ചോദിച്ചുള്ളൂ. ഏതാണ്? ഇ ഈസ് എ പോയിന്റ് ഓൺ ദ സർക്കിൾ ആണ് നമ്മുടെ ശരി ഉത്തരം. കിട്ടിയില്ലേ? നല്ല ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ഐഡിയ വെച്ച് നല്ലതുപോലെ മനസ്സിലാക്കി പഠിച്ചോളുക. 90 ഡിഗ്രിയിൽ പഠിച്ച അപ്പുറത്തെ ടോപ്പിക്കുമായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ തെറ്റിപ്പോകുന്നുള്ള കാര്യം ഓർത്ത് വെക്കണം കേട്ടോ. ഇവിടെ നമ്മൾ പ്ലസ് ചെയ്താൽ 180 ആണ് ചെക്ക് ചെയ്യുന്നത്. അപ്പുറത്ത് നമ്മൾ ആൻസർ 90 ആണോ 90യേക്കാൾ കൂടുതലാണോ കുറവാണോ എന്നാണ് അപ്പുറത്ത് നോക്കിയത്. ഓക്കെ, എന്നാൽ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോയി നോക്കാം. അടുത്ത ചോദ്യം ഏതാ? നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഇൻ ദ ഫിഗർ പി ക്യു ഈസ് ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ. ഇതും അടിച്ചുപൊളി ക്വസ്റ്റ്യൻ ആണ്. ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്ന പി ക്യു എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ്, സർക്കിളിന്റെ വ്യാസം. മലയാളത്തിൽ വായിക്കണം ക്വസ്റ്റ്യൻ. നേരത്തെ ഇംഗ്ലീഷിൽ നോക്കി, മലയാളത്തിൽ വായിക്കാം. ചിത്രത്തിൽ പി ക്യു വൃത്തത്തിന്റെ വ്യാസമാണ്. ആർ വൃത്തത്തിലെ ഒരു ബിന്ദുവാണ്. ആർ എന്ന് പറയുന്നത് ഓൺ ദ സർക്കിളിലുള്ള ഒരു പോയിന്റ് ആണ്. ഓൺ ദ സർക്കിൾ ആണ് ആർ ഉള്ളത്. പിന്നെ കുറച്ച് ആംഗിൾ പറയുന്നുണ്ട്. ഈ 4 ആംഗിൾ ഉണ്ട്. ഇവിടെ കാണുന്ന 4 ആംഗിൾസ്. ആ 4 എണ്ണത്തിന്റെ അളവുകൾ സമാന്തര ശ്രേണിയിലാണ്. ചാപ്റ്റർ മാറിപ്പോയോ? ഇത് സർക്കിൾസ് ആണോ അല്ലെ അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? അരിത്തമെറ്റിക് സീക്വൻസും സർക്കിളും കൂടെ ക്ലബ് ചെയ്ത് കിടക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സൂപ്പർ ക്വസ്റ്റ്യൻ എന്ന് പറയാനുള്ള കാര്യം അതാണ്. നോക്കിക്കോളുക. രണ്ടും കൂടെ നിങ്ങൾ നോക്കിയാൽ, ഈ ആംഗിൾസ് എല്ലാം കൂടെ നോക്കിയാൽ അത് അരിത്മെറ്റിക് സീക്വൻസിലാണ്. അപ്പൊ അതിനൊരു കോമൺ ഡിഫറൻസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. അവിടെ നിൽക്കട്ടെ. ഇവയിൽ ഒരു കോണിന്റെ അളവ് 120 ഡിഗ്രിയാണ്.
ഇവിടെ ഇപ്പം 4 കോണുകൾ ഉണ്ട്. ഇതിൽ ഏതാ 120 ഡിഗ്രി എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. നമുക്കൊരു ക്ലൂ തന്നതാണ്. ആ 4 എണ്ണത്തിൽ ഏതോ ഒരെണ്ണം 120 ഡിഗ്രിയാണ്. ഏതാന്ന് നിങ്ങളുടെ ലോജിക്കിന് വിടുന്നു. നമുക്ക് നോക്കാം. ലാസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ 4 ആംഗിളും കറക്റ്റ് അങ്ങോട്ട് എഴുതി കൊടുത്തേക്കണം. 4 എണ്ണം എഴുതി കൊടുത്താൽ പ്രശ്നം തീർന്നു. ഇനി കണ്ടുപിടിച്ചാലോ? പോയി നോക്കാം അല്ലേ. നമ്മുടെ പിക്ചറിലേക്ക് പോവാം. പിക്ചർ എല്ലാവരും നോക്കിക്കോളുക. കാണുന്നില്ലേ? എല്ലാവരും പിക്ചർ കാണുന്നില്ലേ? 120 ഡിഗ്രി എന്ന് പറയുന്ന ആംഗിൾ ഈ പിക്ചറിൽ എവിടെയായിരിക്കും വരിക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ആംഗിൾ ആർ വരുമോ? ഇല്ല. ആംഗിൾ ആർ 90 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. കാരണം എന്താ? ഡയമീറ്റർ ആണ് പി ക്യൂ. ഡയമീറ്ററിന്റെ 2 എൻഡ് ഓൺ ദ സർക്കിളിൽ എത്തിയാൽ 90 ഡിഗ്രി ആണെന്ന് നമുക്ക് കറക്റ്റ് അറിയുന്നതാണ്. അങ്ങനെ ഒരാളെ കിട്ടി. ഇത് 90 ഡിഗ്രിയാണ്. 90 കിട്ടിയേ. ഇനി അടുത്തത് ബി എന്ന് പറയുന്നതുണ്ട്. ഇനി ഇവിടെ ഒരു എ ഉണ്ട്. ഇനി അത് കഴിഞ്ഞ് ഒരേ ആംഗിളും കൂടെ അവർ പറഞ്ഞിട്ടുണ്ട്. ഇതാ ഒരെണ്ണം ഇതാണ്, ഒരെണ്ണം ഇതാണ്, ഒരെണ്ണം ഇതാണ്. ഇങ്ങനെയാണ് അവർ 3 ആംഗിളിനെ പറ്റി പറയുന്നത്. പി ക്യു ആർ ഉണ്ട്, ആംഗിൾ എ ഉണ്ട്, ആംഗിൾ ആർ ഉണ്ട്, ആംഗിൾ ബി ഉണ്ട്. 120 ഞാൻ എവിടെ മാർക്ക് ചെയ്യും? ഇത് കണ്ടാൽ തന്നെ നമുക്ക് അറിഞ്ഞൂടെ മക്കളെ എവിടെയാണ് 120 വരിക? എ എന്ന് പറയുന്ന സ്ഥലത്ത് വരുമോ? എ എന്ന് പറയുന്നിടത്ത് ഒരിക്കലും വരില്ല. അത് ഔട്ട്സൈഡ് ദ സർക്കിളാണ് കിടക്കുന്നത്. അത് ലെസ് ദാൻ 90 ആയിരിക്കും. ഇനി ഈ ആംഗിൾ നോക്കിക്കുക. ക്യൂ എന്ന് പറയുന്ന ആംഗിൾ അത് എന്തായാലും ലെസ് ദാൻ 90 ആണ്. അതെന്താ അങ്ങനെ ഉറപ്പിച്ച് പറയാൻ കാരണം? ഈ ട്രയാംഗിൾ കണ്ടതാ? ഇവിടെ ഒരു ട്രയാംഗിൾ കണ്ടോ? ഇതൊരു മട്ട ത്രികോണമല്ലേ? മട്ട ത്രികോണം അല്ലെങ്കിൽ റൈറ്റ് ട്രയാംഗിളിൽ ഒരെണ്ണം 90 വന്നാൽ ബാക്കിയുള്ള 2 എണ്ണം ലെസ് ദാൻ 90 ആയിരിക്കും അല്ലേ? എല്ലാം കൂടെ 180 അല്ലേ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ ഒരെണ്ണം 90 വന്നാൽ ബാക്കി 2 എണ്ണം ലെസ് ദാൻ 90 ആ. അപ്പൊ ഇതും ലെസ് ദാൻ 90 ആ. നമ്മുടെ കയ്യിലുള്ളത് 120 ആണ്. 120 ഇവിടെയാണ് 120 ഡിഗ്രി ഉണ്ടാവുക. ഇൻസൈഡ് ദ സർക്കിളിലല്ലേ മോർ ദാൻ 90. അങ്ങനെ അവിടെ 120 നമുക്ക് കിട്ടി. ഇവിടെ ഉള്ളത് 90 ആണെന്നും കിട്ടി. ഇനി നിങ്ങളോട് ആൻസർ എഴുതാൻ പറഞ്ഞത് അരിത്തമെറ്റിക് സീക്വൻസ് അല്ലേ? ഇനി സിമ്പിൾ അല്ലേ? എടാ ഫസ്റ്റ് ടേം 90, ഫസ്റ്റ് ടേം 90 അല്ലല്ലേ? അല്ല, അവർ തന്നൊരു ഓർഡർ ഉണ്ട്. ആ ഓർഡറിൽ തന്നെ എഴുതിയില്ലെങ്കിൽ കാര്യങ്ങൾ കിട്ടൂല. നമുക്ക് ആ ഓർഡറിൽ തന്നെ പറഞ്ഞു നോക്കാം. ഒന്നാമത്തത് പി ക്യു ആർ ആണ്. അത് എത്രയെന്ന് നമുക്ക് അറിയത്തില്ല. രണ്ടാമത്തത് ഞാൻ കളർ ഒന്ന് മാറ്റട്ടെ. ഒന്നാമത്തത് പി ക്യു ആർ ആണ്, എത്രയെന്ന് അറിയത്തില്ല. രണ്ടാമത്തത് കോൺ എ ആണ്, ആംഗിൾ എ, അതും എത്രയാന്ന് നമുക്ക് അറിയത്തില്ല. മൂന്നാമത്തത് ആംഗിൾ ആർ ആണ്, അത് 90 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. നാലാമത്തത് ആംഗിൾ ബി ആണ്, അത് 120 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. സിമ്പിൾ. 3ഉം 4ഉം നമ്മുടെ കയ്യിലുണ്ട്. 90, 120. അപ്പൊ കോമൺ ഡിഫറൻസ് എത്രയാ? 30. അപ്പൊ ഒരു 30 ബാക്കോട്ട് പോരട്ടെ. ബാക്കോട്ടേക്ക് ഒരു 30 വന്നാൽ ഇവിടെ 60. ഒരു 30യും കൂടെ ബാക്കോട്ടേക്ക് പോകുന്നു. അപ്പൊ ഇവിടെ ഉള്ളത് 30 ഡിഗ്രി. എല്ലാവരും കിട്ടി. 30, 60, 90, 120 ആണ് നമ്മുടെ ആൻസേഴ്സ്. ഇനി കിട്ടാതെ പോയ ആളുകളെയും കൂടെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തേക്കാം. ഏതൊക്കെയാ? ആംഗിൾ എയിലുള്ളത് 60 ഡിഗ്രി ആണ് കേട്ടോ. ഇവിടെ 60 ആണ്. ഇവിടെ വന്നത് 30 ഡിഗ്രി ആണ്. എല്ലാ ആളുകളെയും കിട്ടി. 30, 60, 90, 120 എന്നാണ് നമ്മുടെ ആൻസർ വരിക. അപ്പൊ 2 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കിയത്. രണ്ടും നല്ല വെറൈറ്റി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇങ്ങനെയുള്ള ട്വിസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ സർക്കിൾ ചാപ്റ്ററിൽ ഉണ്ടാവും. നന്നായിട്ട് പഠിക്കുക. വീണ്ടും ഇതേപോലെയുള്ള അടിച്ചുപൊളി ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ അല്ലേ മക്കളെ? ബൈ ബൈ.